ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. ഓർമ്മിക്കുക, ദൈവം 2 മഹാദീപങ്ങൾ സ്ഥാപിച്ചു. പകലിനെ ഭരിക്കാൻ സൂര്യനും രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനും. ദൈവകൃപയിൽ ജീവിക്കുന്ന നീതിമാന്മാരെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ ഈശോ മിശിഹാ തന്നെ. പാപാന്ധകാരത്തിൽ കഴിയുന്ന പാപികൾക്ക് പ്രകാശം പകരുന്ന മറിയത്തിന്റെ പ്രതിരൂപമാണ് ചന്ദ്രൻ. അവൾ ചന്ദ്രനെ പോലെ സൗന്ദര്യവതിയാണ് എന്ന് ഉത്തമഗീതത്തിൽ പറയുന്നു. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ ആയിരിക്കുന്നതുപോലെ മറിയം ദൈവത്തിനും പാപികൾക്കുമിടയിൽ നിന്നുകൊണ്ട് ദൈവകോപം ശമിപ്പിക്കുന്നു. മറിയം ഉഷകാല താരമാണ്. പ്രഭാതത്തിനു മുൻപ് ആകാശവിധാനത്തിൽ ഉദിച്ചുയർന്ന് അത് സൂര്യന്റെ ആഗമനം അറിയിക്കുന്നതുപോലെ ഈശോ മിശിഹായാകുന്ന നീതി സൂര്യന്റെ ആഗമനം അറിയിച്ച് മുൻപേ വന്നവളാണ് മറിയം. മറിയം സമുദ്രതാരമാണ്. സമുദ്രസഞ്ചാരികൾക്ക് ദിശ അറിയിച്ചുകൊണ്ട് വഴികാട്ടിയായി നിൽക്കുന്ന നക്ഷത്രമാണ് മറിയം. കൊടുങ്കാറ്റിനാൽ തകർക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധ മറിയമാകുന്ന ഈ നക്ഷത്രത്തിനു നേരെ തിരിഞ്ഞുകൊണ്ട് സഹായം അപേക്ഷിച്ചുകൊള്ളുക എന്ന് വിശുദ്ധ ബെർണാഡ് ഉദ്ബോധിപ്പിക്കുന്നു. സൂര്യൻ ഈ ലോകത്ത് ഉദിച്ചുയരുന്നില്ലെങ്കിൽ അന്ധകാരത്തിന്റെയും ഭീകരതയുടെയും അരക്ഷിതാവസ്ഥയിൽ ലോകമായിരിക്കും. ഒരാത്മാവിന് പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി നഷ്ടപ്പെടുമ്പോൾ ആ ആത്മാവ് പൂർണ്ണമായും അന്ധകാരത്തിന്റെ തടവറയിലായിരിക്കും. മറിയമായിരിക്കും സഭയ്ക്ക് ഇരുളിന്റെ ദിനങ്ങളിൽ മാർഗദീപമായി വർത്തിക്കുക. യുഗാന്തി സഭ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നേരിടാം. അതിനായി ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. നിനക്കു ഞാൻ നൽകിയില്ലേ, കാണേണ്ടതൊന്നും നീ കണ്ടില്ലയോ. കാതുകൾ നിനക്കു ഞാൻ ഏകിയില്ലേ, കേൾക്കേണ്ടതൊന്നും നീ കേട്ടില്ലയോ. ുള്ളിൽ പതിയേണ്ടത് വചനമല്ലയോ, അത് ഒരു നാളും മകനെ നീ മറന്നിടല്ലേ, അത് ഒരു നാളും മകനെ നീ മറന്നിടല്ലേ. അന്തവും അവനല്ലയോ, പാരിടത്തിൽ വന്നുദിച്ച രക്ഷയല്ലയോ. യേശു എന്ന ഏകസത്യ ദൈവമാണവൻ, എന്നിട്ടും അവനെ നീ അറിഞ്ഞില്ലയോ. രക്ഷയായ യേശുനാമം
നിനക്കു ഞാൻ നൽകിയില്ലേ? കാണേണ്ടതൊന്നും നീ കണ്ടില്ലയോ? കാതുകൾ നിനക്കു ഞാൻ ഏകിയില്ലേ? കേൾക്കേണ്ടതൊന്നും നീ കേട്ടില്ലയോ? ബേത്ലഹേമിൽ പുൽത്തൊഴുത്തിൽ ഉണ്ണിയായി പിറന്നു. കാൽവരിയിൽ പീഡയേറ്റു കുരിശിൽ മരിച്ചു. മൂന്നാം ദിനം അരുളിയ പോൽ ഉത്ഥിതനായി. എന്നിട്ടും അവനെ നീ അറിഞ്ഞില്ലയോ? രക്ഷകന്റെ സുവിശേഷം പകർന്നു നൽകൂ. കണ്ണുകൾ നിനക്കു ഞാൻ നൽകിയില്ലേ? കാണേണ്ടതൊന്നും നീ കണ്ടില്ലയോ? കാതുകൾ നിനക്കു ഞാൻ ഏകിയില്ലേ? കേൾക്കേണ്ടതൊന്നും നീ കേട്ടില്ലയോ?